എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കഴിഞ്ഞ കൗണ്ടർ പോയിന്റിൽ താങ്കൾക്ക് എത്ര തവണ നാക്ക് പിഴച്ചു എന്നുള്ളതിന്റെ റെക്കോർഡ് നമുക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയും. നാക്ക് പിഴക്കുന്നത് മനസ്സിലാകാത്ത ആളാണ് ശ്രീ ഷംസീർ എന്ന് ഞാൻ കരുതുന്നില്ല. ഫ്ലാഷ്ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണിയമ്മായി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും അങ്ങനെയാണ് എന്ന് കേരളത്തിൽ ആരും കരുതില്ല. അത്യാവശ്യം പകതിരിവൊക്കെ ഉള്ള ആളുകളല്ലേ MLA-യും പ്രസ് സെക്രട്ടറിയും ഒക്കെ ആകുന്നത് ശ്രീ ഷംസീർ. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ശ്രീ ഷംസീർ? ഒറ്റ വെച്ചുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? കേരളത്തിലെ 5 ഡാമുകൾ തകർന്നു എന്ന് കേരളത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൊണ്ട് ആരാണ് പറയുക ശ്രീ ഷംസീർ? അധികം കയറി വിലസണ്ട, ഇത് വലിയ ശല്യമായി. എന്തടിസ്ഥാനത്തിലാണ് ശ്രീ ഷംസീർ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കശുവണ്ടി പ്രോട്ടോകോൾ പ്രകാരം എന്ന് പറഞ്ഞു. താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ എത്ര തവണ നേതാക്കൾക്ക് വാക്ക് പിഴയ്ക്കാറുണ്ട്, നാക്ക് പിഴയ്ക്കാറുണ്ട്, സംസാരിക്കുമ്പോൾ നാക്ക് പിഴയ്ക്കാറുണ്ട്. നിങ്ങൾ ഇത്രയും കുൽസിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? 5 ഡാമുകൾ തകർന്നു എന്ന്, അപ്പോൾ താഴെ എഴുതി കാണിക്കുന്നുണ്ട് 5 ഡാമുകൾ തുറന്നു എന്ന്. ഇതേ വാർത്താ അവതാരക തന്നെയാണ് 1 മിനിറ്റ് കഴിഞ്ഞ് ഈ വാർത്ത വിശദീകരിച്ച് കൃത്യമായി വായിക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഒരു പ്രേക്ഷകന് പോലും അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവ്യക്തത ഇല്ലാതിരിക്കെ അവർക്കെതിരെ ഈ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് സൈബർ അറ്റാക്കിന് ആഹ്വാനം ചെയ്യുകയല്ലേ ചെയ്തത് ശ്രീ ഷംസീർ? എന്നിട്ട് ഇവിടെ വന്ന് താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് അതേസമയം തന്നെ അവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളോടൊന്നും യോജിപ്പില്ല എന്ന് പറയുന്നു. ഇത്രയും ഇരട്ടത്താപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക? അതിൽ എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ CPM-നോടുള്ള മാധ്യമ സമീപനം നാക്കണമായിരുന്നു ഈ ചർച്ചയുടെ ടോപ്പിക്ക്. പകരം CPM-ന്റെ മാധ്യമ സമീപനം അത് ചെറിയൊരു ചേഞ്ചസ് വരുത്തിക്കായിരുന്നു. CPM-നോടുള്ള മാധ്യമ സമീപനം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതാണ് ഞങ്ങൾ ചോദിച്ചത്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്തത്? ഈ കേരളത്തിന്റെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിൽ CPM വഹിച്ച പങ്ക് ആർക്ക് നിഷേധിക്കാൻ പറ്റും? എന്തിനാണ് ഞങ്ങൾ ഈ രീതിയിൽ ആക്രമിക്കേണ്ട കാര്യം? ഞങ്ങളുടെ ഭരണത്തിനകത്തല്ലേ കേരളത്തിൽ പുരോഗതി ഉണ്ടായത്? മറിച്ച് ഞങ്ങളെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളല്ലേ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിയത്? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇവിടെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രസ് സെക്രട്ടറിയെ കുറിച്ചാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം വഹിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സീരിയസ് ആയി നിങ്ങൾ നടത്തിയ കഥകൾ എനിക്ക് പറയേണ്ടി വരും. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അത് ഞാൻ അതിനെ പൂർവ്വപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സീരിയസ് ആയി നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഓരോ സംഭവങ്ങളും തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ കേസ് അവർ പലപ്പോഴും അവർ മാത്രമല്ല, ഇങ്ങനെ 1, 2, 3 ആളുകൾ കേരളത്തിലെ ചാനലിനകത്ത് വന്നിരുന്ന് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ മാത്രമല്ല, അവരുടെ നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് വ്യൂ ആയിരിക്കണ്ട. നിങ്ങളൊരു മീഡിയേറ്റർ ആണ്, ഒരു മോഡറേറ്റർ ആണ്. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ആങ്കർ ഏതെങ്കിലും പക്ഷം ചേരാൻ പാടില്ല. പലപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ക്യാരക്ടറുടെ ഭാഗത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾ എന്താ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലം കൊണ്ടാണ് അവർക്ക് താങ്കൾ തന്നെ നടത്തിയല്ലോ. താങ്കൾ പറഞ്ഞത് കേൾക്കണോ ശ്രീ ഷംസീർ? കഴിഞ്ഞ ആഴ്ച ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഇതേ വ്യക്തിയെ കുറിച്ച് ഈ ചാനലിൽ അവരോട് നേരിട്ട് നടത്തിയ വ്യക്തിഹത്യ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? താങ്കൾക്ക് അതൊന്നുകൂടി കേൾക്കണോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇത്തരത്തിലാണ് നിങ്ങളാണ് തുടക്കമിടുന്നത് ശ്രീ ഷംസീർ. അതാണ് പ്രശ്നം. എനിക്ക് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അവരെ കുറിച്ച് അറിയാം. അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ. പൊതുസമൂഹം തീരുമാനിക്കും, മലയാളികൾക്ക് അറിയാം എന്ന് മാധ്യമങ്ങൾ പറയരുത് എന്ന് താങ്കൾ പറയാറുണ്ടല്ലോ ശ്രീ ഷംസീർ.
പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിക്ക് ചില അജണ്ട ഉണ്ട്. നിങ്ങൾക്ക് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും അജണ്ടയുണ്ട് അല്ലെ ശ്രീ ഷംസീർ? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും അജണ്ടയുണ്ട് അല്ലെ ശ്രീ ഷംസീർ? നിങ്ങൾക്ക് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും അജണ്ടയുണ്ട്. ഞങ്ങൾ കേട്ടുകൊള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കുടിയാന്മാരൊന്നുമില്ല. ഞങ്ങളുമല്ല ശ്രീ ഷംസീർ, അതാണ് പറയുന്നത്. തിരിച്ചുമല്ല, മാധ്യമ പ്രവർത്തകർക്കും ഈ സമൂഹത്തിൽ അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. കളമശ്ശേരി സംഭവത്തെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തു. ഷാനി മാറ്റി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് നുണയുണ്ടോ? ഞാൻ പറഞ്ഞതിൽ റിപ്പോർട്ടർ കൊടുത്ത നിങ്ങളൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ പറയാം. ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട്, ആ ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ പിറ്റേന്ന് മാപ്പ് പറഞ്ഞു. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി, ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ മാറ്റി പറഞ്ഞു. ഷാനി വന്ന് മാപ്പ് പറഞ്ഞു. അതേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഷാനിക്ക് പോകേണ്ട കാര്യമില്ല. അതങ്ങനെ പോകാൻ പറ്റില്ല ശ്രീ ഷംസീർ. ഒരു മിനിറ്റ് ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും. പോലീസ് അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഷാനി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് താങ്കൾ CPM സംസ്ഥാന സമിതി അംഗമാണല്ലോ. CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി പിറ്റേ ദിവസം ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു. അത് തിരുത്തുമോ നിങ്ങൾ ശ്രീ ഷംസീർ? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ അത് തിരുത്താനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടുണ്ടോ? മനോരമ കൊടുത്ത എന്തെല്ലാം വാർത്തകളുണ്ട്. ഇതിന് മറുപടി പറയും ശ്രീ ഷംസീർ. അങ്ങനെ ദേശാഭിമാനി കൊടുത്ത ഒരുപാട് വാർത്തകൾ വേറെയും ഉണ്ടല്ലോ. താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യത്തിനാണ് ഞാൻ താങ്കളോട് മറുപടി പറഞ്ഞത്. കൊച്ചിൻ മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല എന്നത് തെറ്റിപ്പോയി എന്ന് ഞങ്ങൾ വ്യക്തമായി തിരുത്തി. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം അടുത്ത പോയിന്റ് ഉന്നയിക്കണം. താങ്കൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ. ഇത്രയും നേരം ചർച്ചയിൽ ഉന്നയിച്ച മാന്യതയും മര്യാദയും എല്ലാവർക്കും ബാധകമാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് തിരുത്തിയതിനെ താങ്കൾ അപഹസിച്ചു, മാപ്പ് പറഞ്ഞതിനെ പരിഹസിച്ചു. പിറ്റേ ദിവസം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് CPM-ന്റെ മുഖപത്രം ഒന്നാമത്തെ പേജിൽ വാർത്ത കൊടുത്തു. ഞാൻ പറയുന്നു പൂർണ്ണ ബോധ്യത്തോടെ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. ഇവിടെ ചർച്ചയ്ക്ക് അതിനുശേഷം വന്ന എല്ലാവരോടും ഞങ്ങൾ അത് ആവർത്തിച്ചു. നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറായോ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. തിരുത്താൻ തയ്യാറായോ? മാപ്പ് പറയുന്നതിനെ പരിഹസിക്കുന്നു, എന്നിട്ട് തിരുത്താൻ തയ്യാറാകാതെ വന്നിട്ട് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത് താങ്കൾ കേട്ടതാണല്ലോ. താങ്കൾ മുഖ്യമന്ത്രി പറയുന്ന എല്ലാത്തിനെയും നിഷേധിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണുന്ന എല്ലാവർക്കും ബോധ്യമായതാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വഞ്ചിക്കപ്പെട്ടതാണ്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ആ വാർത്താ സംഘത്തെ കബളിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താങ്കൾ അത് വിശ്വസിച്ചിട്ടില്ല. താങ്കൾക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല. ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് ഒന്നാം പേജിൽ വാർത്ത കൊടുത്ത ദേശാഭിമാനി അത് തിരുത്താതെ ഇനി മനോരമ തിരുത്തിയതിനെയും മാപ്പ് പറയുന്നതിനെയും പരിഹസിക്കാൻ വരരുത് എന്ന് മാത്രം ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു ഫെയർ ഡിബേറ്റ് നല്ല യോജിച്ചതല്ല. നിങ്ങൾ അൺബയാസ്ഡ് അല്ലാത്ത രീതിയിൽ ഡിബേറ്റ് നടത്തണം. തന്റെ കാര്യം ഞാൻ ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.